സുഹൃത്തുക്കളെ, തന്റെ കഴിവുകൊണ്ട് തന്നെ സിനിമയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി. പിന്നീട് നമ്മൾ പോലും അറിയാതെ അയാൾ നമ്മിലേക്ക് കടന്നുകൂടി, നമുക്ക് പ്രിയങ്കരനായി. സിനിമയെ പോലെ തന്നെ അയാൾ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊന്നായിരുന്നു ജനങ്ങളെ സേവിക്കുന്നത്. ജനങ്ങളെ കൂടുതലായി അറിയുവാനും സഹായിക്കുവാനുമായി അയാൾ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ 2019-ലും 2020-ലുമൊക്കെ മത്സരിച്ചെങ്കിലും അയാൾക്ക് അന്നൊന്നും ജയിക്കാൻ സാധിച്ചില്ല. തോൽവി അത് വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന് ഉൾക്കൊണ്ട് അയാൾ ഇക്കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലും തൃശൂർ മത്സരിച്ചു. പക്ഷേ അത് ചരിത്രമായിരുന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായി താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരാൾ ജയിച്ചു കയറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ ഓരോരുത്തരും കണ്ടത്. ഇന്ന് അയാൾ മോദിയുടെ 3ാം മന്ത്രിസഭയിലെ ഒരംഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ചാണ്. അതെ, സുരേഷ് ഗോപി തൃശൂരങ്ങെടുത്തു.